ലോകത്ത് വലിയ രീതിയിൽ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അതിനെ അതിജീവിക്കുക എന്നതാണ് ഓരോ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന കാര്യം. അല്ലാതെ യുദ്ധം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ല ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ചെയ്യേണ്ടത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നരേന്ദ്രമോദി തന്നെ രാജ്യത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ലോകത്ത് യുദ്ധം നടക്കുന്നുണ്ടെന്ന് രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കൂടുതലായി വർക്ക് ഫ്രം ഹോം ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് പോകണം. കൂടാതെ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ആവശ്യത്തിന് നോക്കി കണ്ട് ഉപയോഗിക്കണം. കൂടുതലായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് പറയുന്നു. അദ്ദേഹം തന്നെ, അതായത് നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തിൻ്റെ കോൺവേ വാഹനങ്ങൾ എല്ലാം തന്നെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഏകദേശം മോദി സഞ്ചരിക്കാൻ ഒരു വാഹനം, കൂടാതെ അതിൻ്റെ പുറകിലായിട്ട് ഒരു സുരക്ഷാ വാഹനം, അത്രയും, അത് 2 വാഹനം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ട ഓരോ നീക്കങ്ങളും ആണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ US സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചപ്പോൾ ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്ന ഭയം അന്താരാഷ്ട്ര വിപണികളിൽ ഉണ്ട് എന്നതാണ് പ്രധാന കാരണം. എണ്ണവില കുതിച്ചുയരുകയും ഷിപ്പിംഗ് അപകട സാധ്യത കൂടുകയും പല രാജ്യങ്ങളും ഇന്ധനക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ യാത്രകൾ ചുരുക്കുകയും ചെയ്തു. തങ്ങളുടെ ഊർജ്ജ ആവശ്യകതയുടെ ഏകദേശം 90% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ തടസ്സങ്ങൾ പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 40-ലധികം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വിതരണം വൈവിധ്യവൽക്കരിച്ചും ബദൽ ഷിപ്പിംഗ് വഴികൾ ഉപയോഗപ്പെടുത്തിയും 74 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം നിലനിർത്തിയും നയതന്ത്രപരമായ ഏകോപനം വഴിയും ഇന്ത്യ ഈ വെല്ലുവിളിയെ മറികടന്നു. മറ്റു പല രാജ്യങ്ങളും നേരിട്ട കടുത്ത ഇന്ധന നിയന്ത്രണങ്ങളും റേഷൻ നീക്കങ്ങളും ഇന്ത്യക്ക് ഒഴിവാക്കാൻ സാധിച്ചു. പ്രവചിച്ചതുപോലെയുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി ഉണ്ടായില്ല. പ്രതിസന്ധി ആരംഭിച്ചതിന് ശേഷം അടിയന്തര നിയന്ത്രണങ്ങളിലേക്ക് മാറുന്നതിന് പകരം കഴിഞ്ഞ ദശകത്തിൽ സ്ഥിരമായി കെട്ടിപ്പടുത്ത ഒരു ദീർഘകാല ഊർജ്ജ സുരക്ഷാ ചട്ടക്കൂട്ടിലാണ് ഇന്ത്യ വിശ്വാസം അർപ്പിച്ചത്. വൈവിധ്യവൽക്കരണം, അതോടൊപ്പം തന്നെ കരുതൽ ശേഖരം ഉണ്ടാക്കൽ, ശുദ്ധീകരണ ശേഷി വർദ്ധിപ്പിക്കൽ, നയതന്ത്രപരമായ സന്തുലനം എന്നിവയ്ക്കായിരുന്നു ഈ ചട്ടക്കൂടിന്റെ അടിസ്ഥാനം. പ്രതിസന്ധിയോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി, അത് വൈവിധ്യവൽക്കരിച്ചതായിരുന്നു. 2006-ൽ 27 രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് 40-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ തങ്ങളുടെ വിതരണ ശൃംഖല വികസിപ്പിച്ചിരിക്കുകയാണ്. പരമ്പരാഗത ഗൾഫ് വിതരണക്കാർക്കൊപ്പം റഷ്യ, വെനിസ്വേല, അമേരിക്ക, ഗയാന കൂടാതെ നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ ക്രൂഡ് ഓയിൽ സ്രോതസ് കണ്ടെത്തുന്നുണ്ട്. 2026 ഏപ്രിലിൽ വെനിസ്വേലയിൽ നിന്ന് 12 ദശലക്ഷം ബാരലധികം കുറഞ്ഞ വിലയുള്ള ഹെവി ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് ഇടനാഴികളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ വൈവിധ്യവൽക്കരണം നിർണായകമായത്. പല രാജ്യങ്ങളും പശ്ചിമേഷ്യയിലെ തടസ്സങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഇന്ത്യക്ക് ഇതിനോടകം തന്നെ ബദൽ വിതരണ ശൃംഖലകൾ വലിയ തോതിൽ പ്രവർത്തനക്ഷമമായിരുന്നു. ഓരോ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ അടുത്ത പദ്ധതി എന്താണ് എന്നുള്ളത് ആലോചിക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമായി മാറി. പക്ഷേ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഒരു തടസ്സമുണ്ടായപ്പോൾ അവിടെ തന്നെ സ്ട്രക്കായി നിൽക്കുന്നതാണ് അവർക്ക് വലിയ തിരിച്ചടിയായി മാറിയത്. ഹോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ലോജിസ്റ്റിക് അപകട സാധ്യത കുറയ്ക്കുന്നതിനും ഇന്ത്യ വേഗത്തിൽ ഒരു നീക്കം കണ്ടെത്തി. ഒമാനിലെ സോഹാർ, UAE-ലെ ഫുജ്റ, അതോടൊപ്പം തന്നെ ബോർഫക്കൺ എന്നിവിടങ്ങളിൽ ബദൽ വഴികൾ കടൽ ഗതാഗതത്തിലെ ദുർബലമായ ഭാഗങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചു. സംഘർഷങ്ങൾ കൂടുതൽ വർദ്ധിക്കാൻ കാത്തു നിൽക്കാതെ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് ക്രൂഡ് LPG നീക്കങ്ങൾക്കായി ഇന്ത്യ പ്രവർത്തനപരമായ ഓരോ നീക്കങ്ങളും സൃഷ്ടിച്ചു. ലോകമെമ്പാടും നീണ്ടു നിൽക്കുന്ന തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചപ്പോൾ ഹോർമോസ് കടലിടുക്കിലുള്ള ഗതാഗതം, അത് സമുദ്ര ഗതാഗതം സുസ്ഥിരമാക്കുന്നതിനായി ഏകദേശം 60 രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരു കൂടിയാലോചനകളിലും ഇന്ത്യ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.